ശരീരത്ത് ഒരു മുറിവുണ്ടാകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന വേദന അതുപോലെ തന്നെയല്ലേ മറ്റൊരാളുടെ ശരീരത്ത് ആ മുറിവുണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യർ മനസ്സിലാക്കാതെ പോകുന്നത്? റാഗിങ്ങിന്റെ പേരിൽ നടത്തപ്പെട്ട ക്രൂരമായ സംഭവം അത് നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതങ്ങ് മരവിപ്പിച്ച് കളയും. ഇപ്പോൾ പുറത്തു വരുന്ന വീഡിയോ അത് കണ്ടു നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. മനസ്സൊക്കെ വല്ലാതങ്ങ് നിശ്ചലമായി പോവും. എത്രമാത്രം മനസാക്ഷി ഇല്ലാതാണ് ഈ കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത്. റാഗിങ്ങിനിരയായ കുട്ടികൾ എന്തുമാത്രം വേദന സഹിച്ചു കാണും. ഒരു പക്ഷേ പുറത്ത് പറയാതിരുന്നെങ്കിൽ, ഈ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറയുമായിരുന്നു? 2 ദിവസത്തേക്ക് എല്ലാ മാധ്യമ ചർച്ചകളും ഏറ്റെടുത്തേനെ. 2 ദിവസം കഴിയുമ്പോൾ ആർക്കാണ് നഷ്ടം? അവർക്ക് നഷ്ടം തന്നെ. അത് നികത്താൻ കഴിയാത്ത നഷ്ടമായി തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ചെയ്യുന്ന കുട്ടികൾ എന്തിന്റെ പേരിലായാലും, ഒരുപക്ഷെ രാഷ്ട്രീയ പിടിപാടോ സമ്പന്നതയോ എന്തുമാകട്ടെ, ഇത്രയും മനസാക്ഷിയില്ലാതെ ക്രൂരമായി കൃത്യം ചെയ്യുന്ന കുട്ടികൾ, അവരുടെ മനസ്സിൽ എത്രമാത്രം ക്രിമിനൽ മെന്റാലിറ്റി ആയിരിക്കും. അവർക്ക് ശിക്ഷ നൽകപ്പെടാത്തതുകൊണ്ട് തന്നെയാണ് പിന്നെയും പിന്നെയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ അരങ്ങേറുന്നത്. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരല്ലേ? ഈ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇതിന് ആര് സമാധാനം പറയുമായിരുന്നു? നമ്മുടെ കുട്ടികൾക്കും ഇങ്ങനെ സംഭവിക്കില്ലെന്ന് ആര് കണ്ടു? നാളെ നമ്മളും പ്രതീക്ഷയോടെ കുട്ടികളെ പഠിക്കാൻ വിടുന്നതല്ലേ? ആർക്കാണോ നഷ്ടം, അവർക്ക് നഷ്ടമായി തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. എത്ര വർഷം കൊണ്ടാണ് നാം ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഇതിനൊരു പ്രതിവിധി ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ എന്ത് മാറ്റമാണ് ഇതിനായി കൊണ്ടുവരേണ്ടത്? കഷ്ടമാണ്. ആ കുട്ടികളുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് വല്ലാതെ അങ്ങ് നിറഞ്ഞു പോകും. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീടുകളിൽ നിന്നും പ്രതീക്ഷയായി കുഞ്ഞുങ്ങളെ പഠിക്കാനായി വിടുന്നത്. സഹജീവികളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് ഒരല്പം പോലും മനസാക്ഷി ഇല്ലാതെയാണല്ലോ. ഈ കുട്ടികളോട് ഇത്രമാത്രം ക്രൂരകൃത്യം ചെയ്യപ്പെട്ടുള്ളത്. ആ കുട്ടികൾ എന്ത് വേദന സഹിച്ചു കാണും. തങ്ങളെക്കാൾ 1-2 വയസ്സിന് എളുപ്പമുള്ള കുട്ടികൾ, അവരോട് യാതൊരു ദൈവമില്ലാതെ ഇത്രമാത്രം ക്രൂരത കാണിക്കാൻ അവർക്ക് സാധിക്കുന്നുവെങ്കിൽ എന്തിനാണ് അങ്ങനെയുള്ളവർക്ക്, ആ ക്രിമിനൽ മെന്റാലിറ്റിക്ക് ഇവിടെ ശിക്ഷയില്ലാതെ പോകുന്നത്?